പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വലിയ നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചില നോമ്പുകാല ചിന്തകൾ ധ്യാനാത്മകമായി പങ്കിടണമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ആത്മീയ അനുഭവമായി മാറണം. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തിരുത്തുവാനും രൂപപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനും ഒക്കെയുള്ള അവസരമാണ് നോമ്പ്. അവസരമാകണം നോമ്പ്. അങ്ങനെ വരുമ്പോഴാണ് നോമ്പ് പ്രയോജനമുള്ളതായിട്ട് തീരുന്നത്. കേവലം ചില ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വേർപാടനുഷ്ഠിച്ചത് കൊണ്ട് നോമ്പെടുക്കുന്നു എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അതിലൊക്കെ എത്രയോ ആഴമേറിയ ഒരനുഭവമാണ് നോമ്പ് എന്ന് നാം തിരിച്ചറിയണം. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെ തിരുവചനങ്ങളിൽ നിന്നുള്ള ചിന്തകൾ പങ്കുവയ്ക്കണമെന്ന് പ്രത്യാശിക്കുകയാണ്. 17 വാക്യങ്ങളുള്ളതുകൊണ്ട് ആ വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നില്ല. എന്നാൽ നിങ്ങളത് വായിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ആ വേദഭാഗത്ത് അന്തർലീനമായിരിക്കുന്ന ചില രഹസ്യങ്ങളെ, ചില മർമ്മങ്ങളെ ഇന്ന് നാം പരിചിന്തനം ചെയ്യുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ തന്നെ തിരിച്ചറിയുക. അതിൻ്റെ വെളിച്ചത്തിൽ വേണം ജീവിതം ക്രമപ്പെടുത്താൻ എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ പൊരുൾ. ഒരു വിശ്വാസിയുടെ നിലവിലുള്ള നില എന്താണെന്ന് അപ്പോസ്തലൻ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അവിടെ വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണ്. നിങ്ങൾ നിസ്സാരപ്പെട്ടവരല്ല, നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണ്. ശരീരത്തിൽ ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളെ നോക്കി നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണെന്നൊക്കെ അപ്പോസ്തലൻ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ആശങ്ക തോന്നാം. അതിന് ഞങ്ങൾ മരിച്ചതെപ്പോഴാണ്, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക എന്ന്. ഇവിടെ പറഞ്ഞതിൻ്റെ പൊരുൾ അറിയണമെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച് നാം പരിശോധിക്കണം. വീണ്ടും ജനനത്തിൻ്റെ കൂദാശയാകുന്ന വിശുദ്ധ മാമോദീസ സ്വീകരിച്ച ഏത് വ്യക്തിയും ആ കൂദാശ സ്വീകരിച്ചതിലൂടെ പ്രാപിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് എന്ന് നാം തിരിച്ചറിയണം. പാപം സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുകയും യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും യേശു ക്രിസ്തുവിനോടുകൂടെ കബറടക്കപ്പെടുകയും യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിനോടൊപ്പം പുനരുത്ഥാനം ചെയ്യുകയും ചെയ്യുന്ന അനുഭവമാണ് വിശുദ്ധ മാമോദീസായിലൂടെ ഒരു വിശ്വാസി അനുഭവേദ്യമാക്കി തീർക്കുന്നത്, പ്രാപിക്കുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ മാമോദീസ സ്വീകരിച്ച ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ആത്മീയ ബോധ്യം നമ്മൾ പ്രാപിക്കേണ്ടത്. മാമോദീസ ഏറ്റവരെ എത്ര പേർക്ക് ഇങ്ങനെ ഒരു പരിജ്ഞാനം പ്രാപിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പാപിയുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമാകുവാനാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. ആ മരണം മൂലം വിടുവയ്ക്കപ്പെടുന്ന ഒരു വ്യക്തി അത് തൻ്റെ സ്വന്തമാക്കുവാൻ തീരുമാനിക്കുമ്പോഴാണ് വിശുദ്ധ മാമോദീസായിലേക്ക് സമർപ്പിക്കപ്പെടുന്നത്. മാമോദീസായിലേക്ക് സമർപ്പിക്കപ്പെടുന്ന വ്യക്തി തൻ്റെ പാപം സംബന്ധിച്ച് ക്രൂശിൽ മരിച്ച യേശുവിനോട് തൻ്റെ പാപം സംബന്ധിച്ചുള്ള മരണത്താൽ ഏകീഭവിക്കുകയാണ്. അങ്ങനെ ഏകീഭവിച്ച ആ വ്യക്തി യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ആ വ്യക്തിയുടെ ഭൗതിക ജീവനല്ല, ആ വ്യക്തിയുടെ പാപം സംബന്ധിച്ചുള്ളതായ മരണമാണ് അവിടെ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരിച്ചതുപോലെ ആ വ്യക്തിയും പാപം സംബന്ധിച്ച് മരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തു കുരിശേറ്റപ്പെട്ടതുപോലെ ആ വ്യക്തി തൻ്റെ പാപങ്ങളെ കുരിശിൽ തറയ്ക്കുകയാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഇതാ ഞാൻ ക്രിസ്തു യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ ചിന്തയും ഈ ചിന്തയും ചേർത്ത് വയ്ക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. ക്രിസ്തു യേശുവിനോട് കൂടെ കുരിശേറ്റപ്പെടുന്ന അവസ്ഥ,
ക്രിസ്തു യേശുവിനോടുകൂടെ പാപം സംബന്ധിച്ച് മരിക്കുന്ന അവസ്ഥ. ഈ കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ് കബറടക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഒരു വിശ്വാസി മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ ആ വ്യക്തി യേശുക്രിസ്തുവിനോടുകൂടെ കബറടക്കപ്പെടുകയാണ്. മാമോദീസ തൊട്ടിയിലെ വെള്ളത്തിൽ മുഴുകുമ്പോൾ വെള്ളം ആ വ്യക്തിയുടെ മേൽ തളിക്കുകയോ കോരി ഒഴിക്കുകയോ ആ വെള്ളം കൊണ്ട് ആ വ്യക്തിയെ മൂടുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തി കബറടക്കപ്പെട്ടതായിട്ടാണ് ഇവിടെ നാം ബോധ്യപ്പെടേണ്ടത്. അപ്പോൾ കർത്താവ് കല്ലറയിൽ അടക്കപ്പെട്ടതുപോലെ ഈ വ്യക്തി മരിച്ച് അടക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആ മാമോദീസ തൊട്ടിയിൽ നിന്ന് ആ കുഞ്ഞിനെ പുറത്തേക്കെടുക്കുമ്പോൾ മരണത്തെ ജയിച്ച ഉദ്ധിതനായ ക്രിസ്തുവിനോടുകൂടെ ആ കുഞ്ഞും ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഒരു യഥാർത്ഥ വിശ്വാസി വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് യേശുക്രിസ്തുവിനോടുകൂടെ പാപം സംബന്ധിച്ച് മരിച്ച് യേശുക്രിസ്തുവിനോടുകൂടെ കബറടക്കപ്പെട്ട് യേശുക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടെ വായിക്കുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവർ ക്രിസ്തുയേശുവിനോടുകൂടെയാണ് ആയിരിക്കുന്നത്. ക്രിസ്തുയേശു ഇപ്പോഴെവിടെയാണ് ആയിരിക്കുന്നത്? അത്യുന്നതങ്ങളിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലഭാഗത്തിരിക്കുകയാണ്. തുടർന്ന് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജഡത്തിൽ വസിച്ച ഭൗമലോകത്ത് ശരീരപ്രകാരം ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ആത്മീക ജീവനെ സംബന്ധിച്ചുള്ള അരുളപ്പാടാണ് ഈ കേൾക്കുന്നത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ വെളിപ്പെട്ടു വരും. ഇപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ്? നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായ ക്രിസ്തു ഇപ്പോഴിരിക്കുന്നിടമായ ഉയരത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് ക്രിസ്തുവിനോട് കൂടെ നമ്മുടെ ആത്മീക ജീവൻ ചേർന്നിരിക്കുകയാണ്. ഭൂമിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും നമ്മുടെ ആത്മീക ജീവൻ്റെ ഇടം, നമ്മുടെ യഥാർത്ഥ ആത്മീക ഇടം അത് യേശുക്രിസ്തുവിൽ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മീക ജീവൻ ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളതാണ് ചിന്തിക്കേണ്ടത്, ഭൂമിയിലുള്ളതല്ല. ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികമാണ്, നശിച്ചു പോകുന്നതാണ്, നിലനിൽക്കുന്നവയല്ല. ഇതിലല്ല മനസ്സുറപ്പിക്കേണ്ടത്, ആത്മാവിനെ ബന്ധിക്കേണ്ടത്. ഉന്നതങ്ങളിൽ യേശു മശിഹായോട് ചേർന്നിരിക്കുന്ന നമ്മുടെ ആത്മീക ജീവനായിരിക്കുന്ന ഇടത്തുള്ളത് ചിന്തിക്കണം, അത് അന്വേഷിക്കണം. യഥാർത്ഥത്തിലൊരു വിശ്വാസിയുടെ ഇപ്പോഴത്തെ ആത്മീക നില എന്താണെന്നാണ് പറഞ്ഞത്. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തൊരു പ്രബോധനം പുരോഹിതൻ നൽകുന്നുണ്ട്. ഈ സമയത്ത് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പുരോഹിതൻ പ്രബോധിപ്പിക്കുന്നത്. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും അത്യുന്നതമായ സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. അപ്പോൾ ജനം പ്രതിവാക്യം ചൊല്ലുന്നുണ്ട്, ഞങ്ങളുടെ ആത്മാവും ചിന്തകളും ഹൃദയവും എല്ലാം പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത്, ഞങ്ങളുടെ ആത്മീക ജീവൻ ഇപ്പോഴായിരിക്കുന്നിടത്തായിരിക്കുന്നു എന്ന് വച്ചാൽ ഭൗമതലം വിട്ട് പറന്നു പൊങ്ങി ആത്മാവിൻ്റെ ആരാധനാനുഭവത്തിൽ തൻ്റെ ആത്മീക ജീവൻ ഇരിക്കുന്നിടത്തേക്ക് ഈ വ്യക്തി ഇപ്പോൾ മാറ്റപ്പെടുകയാണ്. തുടർന്നുള്ള ആരാധന നടക്കുന്നത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ഔന്നത്യത്തിൽ നാം ആരാധന അർപ്പിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ നില എന്താണെന്നും നിലവാരം എന്താണെന്നും ഈ 4 വാക്യങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ കരുതേണ്ട ചില കാര്യങ്ങളാണ് തുടർന്ന് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. 5 മുതലുള്ള വാക്യങ്ങളിൽ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളെ തൊട്ടു താഴെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിങ്ങൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു യേശുവിനോടുകൂടെ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവരാണ്. ആകയാൽ ഇന്നിന്ന കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാടില്ലാത്തതാണ്.
അതിൽ മുഴുകി ജീവിച്ചുകൂടാത്തതാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ദുർനടപ്പ്. ഒരു വിശ്വാസി ദുർനടപ്പുകാരനാകരുത്. പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്തിരിക്കുന്ന മശിഹായോട് ചേർന്ന് പിതാവിൽ മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അവൻ്റെ ആത്മീയ ജീവൻ ഉള്ളതെങ്കിൽ ആ വ്യക്തി ഭൂമിയിൽ ദുർനടപ്പുകാരനാകരുത്, ദുർനടപ്പുകാരിയാകരുത്. ഈ ദുർനടപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വിശ്വാസിക്ക് നടക്കാൻ വിധിക്കപ്പെട്ട വഴിയുണ്ട്, വരയ്ക്കപ്പെട്ട വഴിയുണ്ട്. വഴിവിട്ടുള്ള നടപ്പിനെയാണ് ദുർനടപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശ്വാസി വിശ്വാസപാതയിൽ നടക്കേണ്ടവരാണ്. ഒരു വിശ്വാസി ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ തണലിൽ നടക്കേണ്ടതാണ്, ദൈവത്തോട് കൂടെ നടക്കേണ്ടതാണ്, ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കേണ്ടതാണ്, ദൈവകൽപ്പനകൾ അനുസരിച്ച് നടക്കേണ്ടതാണ്. ആ വഴിവിട്ടുള്ള നടപ്പിനെയാണ് ദുർനടപ്പ് എന്നതുകൊണ്ട് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇന്ന് നമ്മിൽ അനേകരും ദൈവത്തോട് കൂടെയല്ല നടക്കുന്നത്, ദൈവത്തിൻ്റെ കൈപിടിച്ചല്ല നടക്കുന്നത്, ദൈവത്തിന് ഇഷ്ടമുള്ള വണ്ണമല്ല നടക്കുന്നത്, ദൈവവചനം അനുസരിച്ചല്ല നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവരുടെ നടപ്പ് ദുർനടപ്പാണ്. നമ്മുടെ യഥാർത്ഥ നിലയും സ്റ്റാറ്റസും മനസ്സിലാക്കിയിട്ട് അത്രമാത്രം അത്യുന്നതങ്ങളിലായിരിക്കുന്ന ഒരു വിശ്വാസി തരംതാണ ജീവിതം നയിക്കരുത്. അത്രമാത്രം ഔന്നത്യത്തിലായിരിക്കുന്നു നമ്മുടെ ആത്മീയ നിലയെങ്കിൽ അതിന് യോഗ്യമാവണ്ണം നടക്കണം. ദുർനടപ്പ് ഒരു വിശ്വാസി വിട്ടുകളയണം. ദുഷിച്ച പെരുമാറ്റ രീതികളെല്ലാം ഉപേക്ഷിക്കണം. ഹീനമായ ജീവിത രീതിയും ശൈലിയും തിരുത്തണം. മുറവിട്ടുള്ള നടപ്പുകളെല്ലാം മാറ്റണം. വളരെ വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ആവശ്യമായ ധ്യാന ചിന്തകളാണ് ഇവിടെ അപ്പോസ്തലനിലൂടെ നമ്മെ ദൈവാത്മാവ് കേൾപ്പിക്കുന്നത്. രണ്ടാമത് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത് അശുദ്ധി എന്നതിൽ നിന്ന് മാറി നടക്കണം എന്നുള്ളതാണ്. ഒരു വിശ്വാസി അവൻ്റെ നിലയറിഞ്ഞ് ജീവിക്കണം. ഈ നോമ്പുകാലത്ത് സകല അശുദ്ധിയിൽ നിന്നും വേർപെട്ടിരിക്കണം. ശുദ്ധി എന്ന ഒരു വാക്കുണ്ട്, അതിൻ്റെ എതിർപദമാണ് അശുദ്ധി എന്ന് പറയുന്നത്. ശുദ്ധി അല്ലാത്തത്, ശുദ്ധി ഇല്ലാത്തത് എന്നൊക്കെ അതിനർത്ഥം വരും. ഒരു വ്യക്തി വിശുദ്ധനായി ജീവിക്കണം. വിശ്വാസി പാപത്തിൽ നിന്ന് വേറിട്ടിരിക്കണം. ആത്മാവിൽ വിശുദ്ധി കണ്ടെത്തണം, മനസ്സിൽ വിശുദ്ധി കണ്ടെത്തണം, ശരീരത്തിലും വിശുദ്ധി കണ്ടെത്തണം. ആത്മാവിനെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്, മനസ്സിനെ പാപത്തിന് പണയപ്പെടുത്തരുത്, ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കരുത്. പൂർണ്ണമായും ഒരു വേർപാടിൻ്റെ അനുഭവം പാലിക്കണം. കേവലം ചില ഭക്ഷണപാനീയങ്ങളോട് വേർപാടനുഷ്ഠിച്ചതുകൊണ്ട് ഒരു വ്യക്തി വിശുദ്ധനാകുന്നില്ല, വിശുദ്ധയാകുന്നില്ല. അതിന് ആത്മശരീര മനസ്സുകൾ വിശുദ്ധമായി തീരണം. ദുഷ്ചിന്തകളും അശുദ്ധ വിചാരങ്ങളും മനസ്സിൽ നിന്നുമായണം. അസൂയയും നിഗളവും മത്സരവും പകയും വിദ്വേഷവും മനസ്സിൽ നിന്നുമായണം. ദൈവത്തിലുള്ള അവിശ്വാസവും ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ള ത്വരയും ദൈവത്തെക്കുറിച്ചുള്ളതായ എല്ലാ വിധത്തിലുള്ള വിമർശന ചിന്തകളും വിട്ടിട്ട് നിഷ്കപടമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആത്മീയ നില സമ്പാദിക്കണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നോമ്പിൽ നാം വിശുദ്ധീകരണം പ്രാപിക്കുന്നത്. ഈ പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നാം പേറുന്നു എന്ന് പറയുമ്പോൾ മദ്യപാനമോ വ്യഭിചാരമോ വെറിക്കൂത്തുകളോ മയക്കുമരുന്നിൻ്റെ ഉപയോഗമോ ഒക്കെയാണ് കാണപ്പെടുന്ന പാപങ്ങളായി ലോകമെണ്ണിയിരിക്കുന്നത്. അതിനേക്കാൾ മാരകമാണ് ഒരു മനുഷ്യൻ്റെ പാപപങ്കിലമായ മാനസിക നില. വെറുപ്പും വിദ്വേഷവും പകയും കയ്പും ഈർഷ്യതയും നിരാശയും ഒക്കെ ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വ്യക്തി മാനസികമായും ആത്മീയമായും അശുദ്ധിയുടെ ആഴങ്ങളിൽ പെട്ടുപോവുകയാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നിലകളിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ തിരുത്തപ്പെടണമെന്നാണ് ദൈവാത്മാവ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. അത് നാം അറിയാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. മൂന്നാമത് അപ്പോസ്തലൻ മറ്റൊരു ചിന്ത പറയുന്നുണ്ട്, അതിരാഗം വിട്ടുമാറണം. നിങ്ങൾ നിങ്ങളുടെ നിലയറിഞ്ഞ് ജീവിക്കുമ്പോൾ അതിരാഗം വിട്ടൊഴിഞ്ഞുകൊള്ളണം. ഈ അതിരാഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പലർക്കും പിടികിട്ടിയിട്ടില്ല. അതിരാഗം എന്ന വാക്കിൻ്റെ അർത്ഥം അമിത ആസക്തി എന്നാണ്. ഒന്നിനോട് തോന്നുന്ന പരിധിയിൽ കൂടിയ ആസക്തിയാണ് അതിരാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആസക്തി ഉണ്ടായാൽ
ഒരു മനുഷ്യന് പിന്നെ അതിനോട് പരിധിയിൽ കൂടിയ അട്രാക്ഷൻ വരികയാണ്. സ്ത്രീയോട് ഇഷ്ടം തോന്നുന്നതും ഒരു സ്ത്രീയോട് ആസക്തി തോന്നുന്നതും വ്യത്യാസമുണ്ട്. ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുന്നതും ആ വ്യക്തിയോട് ആസക്തി തോന്നുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആസക്തി പിടിക്കപ്പെട്ടാൽ ആ വ്യക്തി അടിമയായി മാറുകയാണ്. മദ്യാസക്തി പിടിപെട്ട ഒരു വ്യക്തി മദ്യത്തിൻ്റെ അടിമയാവുകയാണ്. അതുപോലെ മയക്കുമരുന്നിനോട് ആസക്തിയുള്ളൊരു വ്യക്തി അതിൻ്റെ അടിമയാവുകയാണ്. ലൈംഗിക ആസക്തിയുള്ളൊരു വ്യക്തി അതിൻ്റെ അടിമയാവുകയാണ്. അശ്ലീല കാഴ്ചകളോട് ആസക്തിയുള്ളൊരു വ്യക്തി അതിൻ്റെ അടിമയാവുകയാണ്. ഈ ആസക്തി മൂത്ത അടിമയായി കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതെ ജീവിക്കാൻ വയ്യ എന്നൊരവസ്ഥ വരും. എന്ന് വെച്ചാൽ ആ ആൾ അതിൻ്റെ അടിമയായി മാറുകയാണ്. ഇതാണ് ആസക്തിയുടെ ബാക്കി പത്രം. അതിരാഗം വിട്ടുമാറുക എന്ന് പറയുമ്പോൾ ഭക്ഷണത്തോട് അമിതമായ ആസക്തിയുള്ളവരുണ്ട്. നോമ്പ് കാലത്ത് ഈ അമിതാസക്തി ഭക്ഷണത്തോട് ഉപേക്ഷിച്ചിട്ട് അല്പാഹാരികളായി മാറണം. മോഹങ്ങളെല്ലാം നിയന്ത്രിക്കണം. ശരിയായ ആത്മനിയന്ത്രണത്തിൻ്റെ അനുഭവമാണ് നോമ്പ്. അതുപോലെ ചില പാനീയങ്ങളോട് ആളുകൾക്ക് അമിതാസക്തിയുണ്ട്. ചിലർക്ക് മദ്യത്തോട് ആസക്തിയുള്ളതുപോലെ ചിലർക്ക് ചില മധുരപാനീയങ്ങളോട് ഭയങ്കരമായ ആസക്തിയാണ്. അതില്ലെങ്കിൽ ജീവിക്കാൻ വയ്യ എന്നൊരവസ്ഥയാണ്. ഒരു പരിധിയിൽ കൂടുതൽ സോഡ കുടിക്കുന്നത് ഒരു ആസക്തി, ഒരു അടിമത്വമാണ്. പരിധിയിൽ കൂടുതൽ കോള കുടിക്കുന്നത് പ്രിയപ്പെട്ടവരെ അമിതാസക്തിയാണ്. ഇതില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലെന്നൊക്കെ ചിന്തിക്കുന്നവർ അതിൻ്റെ അടിമകളാണ്. ഈ ആസക്തി ഏത് തന്നെ ആയാലും അതിൽ നിന്ന് പുറത്തു വരണം. ആഭരണത്തോട് ആസക്തിയുള്ള ആളുകളുണ്ട്. വില കൂടിയ വസ്ത്രങ്ങളോട് ആസക്തിയുള്ള ആളുകളുണ്ട്. എന്തുമാത്രം പണമാണ് അതിനുവേണ്ടി അവർ ആഴ്ചതോറും മാസം തോറും ചിലവാക്കുന്നത്. ഈ ആസക്തികളോടൊക്കെയുള്ള വേർപാട് അനുഷ്ഠിക്കണമെന്നാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. നാലാമത് പറയുന്നത് ദുർമോഹം വിട്ടുതിരിയണം എന്നാണ്. ദുരാഗ്രഹം എന്നതാണ് ഈ ദുർമോഹം എന്നതിൻ്റെ ബാക്കി പത്രം. അർഹതയില്ലാത്തതിന്മേലുള്ളതും ആവശ്യമില്ലാത്തതിന്മേലുള്ളതുമായ ആഗ്രഹമാണ്, അത്യാഗ്രഹമാണ് ദുർമോഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അർഹതയില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ സംഗതികളെ ആഗ്രഹിക്കുക. ഇന്നൊരു പക്ഷേ നമ്മിൽ അനേകരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പങ്ങളിലൊന്നാണത്. അർഹതയില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളെ ആഗ്രഹിക്കുക. അതാണ് ദുർമോഹം. അതിനുവേണ്ടി ജീവിതം പണയപ്പെടുത്തരുത്. സത്യത്തിൽ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. വ്യക്തതയോടെ നാം നമ്മുടെ ജീവിതത്തെ കരുതണമെന്നാണ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അത്യാഗ്രഹത്തെ വിട്ടുതിരിയണം. ആഗ്രഹം നല്ലതാണ്, അത്യാഗ്രഹം അപകടമാണ്. ഇന്ന് നമ്മിൽ അനേകർക്ക് അത്യാഗ്രഹമുണ്ട്. അത്യാഗ്രഹമുണ്ട് എന്നതിൻ്റെ തെളിവെന്താണ്? എത്ര കിട്ടിയാലും മതി എന്ന് പറയില്ല. സമ്പത്ത് എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ആളുകൾ, കൂടുതൽ കൂടുതൽ മോഹങ്ങളോടെ കൂടുതൽ കൂടുതൽ സാധ്യതകളെ തേടി കൂടുതൽ കൂടുതൽ വിശ്രമമില്ലാതെ അത്യധ്വാനം ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ടവരെ അത്യാഗ്രഹികൾ. എത്ര കിട്ടിയാലും അവർ തൃപ്തരല്ല. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ആശ്വാസം അനുഭവിക്കാൻ പറ്റുന്നില്ല, സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല, ശാന്തമായി സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല, സ്വച്ഛതയുള്ള കുടുംബജീവിതം നയിക്കാൻ കഴിയുന്നില്ല, അവർക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. അതാണ് അത്യാഗ്രഹിയുടെ ഏറ്റവും വലിയ അപകടങ്ങൾ. ഈ നിലകളിലുള്ള ആളുകൾ ഫുൾ ടൈം ബിസിയാണ്. അവരുടെ മനസ്സെപ്പോഴും ബിസി ആയിരിക്കും, അവരുടെ ജീവിതം എപ്പോഴും ബിസി ആയിരിക്കും, അവരെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അത്യാഗ്രഹം മൂത്തിട്ട് വേറെ ഒന്നിനും അവർക്ക് നേരമില്ല, ജീവിക്കാനും സമയമില്ല. ഇത്തരം കുഴപ്പങ്ങളിലൊക്കെ പിടിക്കപ്പെട്ടു പോയവർ തിരിച്ചറിയണം, ഈ നോമ്പ് കാലത്ത് ഇതൊക്കെ വിട്ടുതിരിയാനുള്ള ആഹ്വാനമാണ് അപ്പോസ്തലൻ നൽകുന്നത്. തുടർന്ന് 8-9 വാക്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യത, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ധരിച്ചു കൊള്ളണമെന്നല്ല, ധരിച്ചിരിക്കുന്നുവല്ലോ. മാമോദീസ സ്വീകരിച്ചതിലൂടെ നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞതാണ്. എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചതാണ്. യേശുക്രിസ്തുവിനെ തന്നെ നിങ്ങൾ പ്രാപിച്ചവരാണ്. നിങ്ങൾ വീണ്ടും ഈ പഴയ മനുഷ്യൻ്റെ പ്രവൃത്തി ചെയ്യുന്നതെന്ത് എന്നാണ് ചോദിക്കുന്നത്. ചെയ്യരുത് എന്നൊരു താക്കീതാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇനി 11 മുതൽ 17 വരെ തിരുവചനങ്ങളിൽ ഒരു വിശ്വാസി
പാലിച്ചു കൊള്ളേണ്ട കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവിടെ അപ്പോസ്തലൻ പറയുന്നത്, അതുകൊണ്ട് 12-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. നിങ്ങൾ ദൈവത്തിൻ്റെ വ്രതന്മാരായി ജീവിക്കണം, വിശുദ്ധന്മാരായി ജീവിക്കണം, ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങളിൽ കാണേണ്ട ഗുണങ്ങൾ, നിങ്ങൾ മനസ്സലിവുള്ളവരായിരിക്കണം, കഠിനഹൃദയരാകരുത്, നിങ്ങൾ ദയയുള്ളവരായിരിക്കണം, നിങ്ങൾ ഒരിക്കലും ദയയില്ലാത്തവരാകരുത്, നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, നിങ്ങൾ അഹങ്കാരികളാകരുത്, നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം, നിഗളികളാകരുത്, നിങ്ങൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം, ക്ഷിപ്രകോപികളും പെട്ടെന്ന് കുഴപ്പമുണ്ടാക്കുന്നവരുമാകരുത്. ഈ വക ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുന്നവരായിരിക്കണം. വെറുക്കുന്നവരല്ല, പൊറുക്കുന്നവരായിരിക്കണം. ഭാര്യാഭർത്തൃബന്ധത്തിലും മാതാപിതാക്കളും പുത്രിപുത്രന്മാരും തമ്മിലുള്ള ബന്ധത്തിലും കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ബന്ധത്തിലും ഈ വിനയത്തിൻ്റെ, താഴ്മയുടെ, ദയയുടെ, കരുണയുടെ മാർഗം സ്വീകരിച്ച് എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നവരാകണം, പൊറുക്കുന്നവരാകണം, മറക്കുന്നവരാകണം. എന്നിട്ട് ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. ഇത് ക്ഷമിക്കേണ്ട നാളുകളാണ് നോമ്പിൻ്റെ നാളുകൾ. തമ്മിൽ വഴക്കുണ്ടായിട്ട് ആ വഴക്കിന് തീരുമാനമുണ്ടാക്കാതെ നാം നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ നോമ്പ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകയില്ല. അപ്പോൾ ചോദിക്കും, തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിനാണ് എന്നോട് തെറ്റ് ചെയ്ത ആളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത്? സത്യത്തിൽ അതല്ലേ അനീതി? എന്നാൽ യേശുക്രിസ്തു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ക്രൂശിൽ മരിക്കുവാൻ തയ്യാറായത്? ആ യേശുവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ അറിയണം, തോറ്റു കൊടുക്കുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, ദൈവസന്നിധിയിൽ ജയമാണ് സംഭവിക്കുക. അതുകൊണ്ട് വഴക്കുണ്ടെങ്കിൽ തമ്മിൽ അത് ക്ഷമിക്കണം. പൂർണ്ണമായും തമ്മിൽ അത് ക്ഷമിച്ച് നിരപ്പിൻ്റെ, രമ്യതയുടെ, സമാധാനത്തിൻ്റെ അനുഭവത്തിലെത്തണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിനെന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ആമേൻ. അതല്ലേ പ്രിയപ്പെട്ടവരെ സത്യം? പാപിയായിരുന്നല്ലോ, ദോഷിയായിരുന്നല്ലോ, ശിക്ഷാർഹനായിരുന്നല്ലോ, മരണാർഹനായിരുന്നല്ലോ, നരകാവകാശിയായിരുന്നല്ലോ. തമ്പുരാൻ അതിന് നമ്മെ വിട്ടുകൊടുക്കാതെ പാപിയായ നമുക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചത്. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചത് കൊണ്ടാണല്ലോ. ആ പാപക്ഷമ പ്രാപിച്ചവരെ, നിങ്ങളെ മുറിവേൽപ്പിച്ചവരെയോട് നിങ്ങളും ക്ഷമിപ്പീനെന്നാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ഈ നോമ്പുകാലം സ്നേഹമുഖരിതമായിരിക്കട്ടെ. അതിൻ്റെ ഉപരി മറ്റൊന്നുമില്ല എന്നൊരവസ്ഥ വരട്ടെ. എല്ലാം മറക്കുന്ന, എല്ലാം പൊറുക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, എല്ലായിടത്തും സഹിഷ്ണുത കാണിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരോടും അനുകമ്പ കാണിക്കുന്ന ഒരു അനുഭവമാണ് സ്നേഹമെങ്കിൽ എല്ലാറ്റിനും മീതെ സ്നേഹം ധരിപ്പീൻ എന്ന അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഈ നോമ്പുകാലത്ത് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായി ഇരിപ്പീൻ. വീണ്ടും പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുയേശുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കുകയും ചെയ്യട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുക. അവൻ മുഖാന്തിരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര മനോഹരമായ ഒരു അനുഭവത്തിലേക്കാണ് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടതിന് വിട്ടുകളഞ്ഞും, സ്വീകരിക്കേണ്ടതിന് സ്വീകരിച്ചും, പാലിക്കേണ്ടതിന് പാലിച്ചും,
നമ്മളായിരിക്കുന്ന സ്റ്റാറ്റസിനൊത്തവണ്ണമുള്ളൊരു ജീവിതമായി അതിനെ ക്രമപ്പെടുത്തുവാൻ ദൈവാത്മാവ് തരുന്ന ആഹ്വാനത്തെ നമുക്ക് അംഗീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഭാഗ്യകരമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്ത് ചേർത്തിരുത്തി വളരെ മധുരമായി അവിടുന്ന് ഞങ്ങളോട് വാദിച്ചു കൊണ്ടിരുന്നല്ലോ. ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണെന്ന് ആദ്യം ഞങ്ങളെ പഠിപ്പിച്ചു. ആകയാൽ ഞങ്ങൾ ജീവിതത്തിൽ വിട്ടുകളയേണ്ട സംഗതികളെ ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങളായിരിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ പ്രബോധിപ്പിച്ചു. ഞങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ എണ്ണി എണ്ണി ഞങ്ങളെ കേൾപ്പിച്ചു. ദൈവമേ, ഈ നോമ്പുകാലത്ത് ഞങ്ങളുടെ ജീവിതം അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ക്രമപ്പെടുവാൻ, ഞങ്ങളെ തന്നെ ചിട്ടപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണം. കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.